ബി.ജെ.പി ഭരിക്കുന്ന പന്തളം നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. സുശീല സന്തോഷും യു രമ്യയുമാണ് രാജിവെച്ചത്. നാളെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് രാജി. ശ്രീജിത്ത് ശ്രീകുമാരുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ ബി.ജെ.പി പക്ഷത്ത് തന്നെയുള്ള അംഗം LDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ രാജി, അതിന്റെ പശ്ചാത്തലം എന്താണ്? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി പക്ഷത്ത് കൗൺസിലേഴ്സിന്റെ എണ്ണത്തിൽ വലിയ കുറവ് പന്തളം നഗരസഭയിലുണ്ട്. സ്വാഭാവികമായി അതുതന്നെയാണ് രാജിയിലേക്ക് എത്തിയത്. കാരണം ബി.ജെ.പി പക്ഷത്ത് 18 കൗൺസിലേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 3 കൗൺസിലേഴ്സ്, അതിൽ KV പ്രഭയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു പാർട്ടി. ബാക്കി 2 കൗൺസിലർ കൂടി കൃത്യമായ രീതിയിൽ ഈ അവിശ്വാസത്തിനൊപ്പം നിൽക്കുമെന്ന് വാർത്ത വന്നതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ രാജി എന്ന തരത്തിലേക്ക് സുശീല സന്തോഷും യു രമ്യയും പോയിരിക്കുന്നത്. ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ ബി എസ് സൂരജ് അടക്കമുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ച അടക്കം നടത്തി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. നാളെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അങ്ങനെ വന്നാൽ ബി.ജെ.പിക്ക് 15 വോട്ടുകൾ മാത്രമേ ലഭിക്കുള്ളൂ. മറുപക്ഷത്ത് അതിൽ കൂടുതൽ വോട്ടുകൾ UDFും LDFും ചേർന്ന് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കും. ബി.ജെ.പിയുടെ കൗൺസിലേഴ്സ് കൂടിയാവുമ്പോൾ ഭൂരിപക്ഷം അപ്പുറത്താകുമെന്ന 100% ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രാജി. ഏതായാലും പരാജയം മണത്തുകൊണ്ടുള്ള രാജി. ബി.ജെ.പി ഭരിക്കുന്ന ഭരിക്കുന്ന പന്തളം നഗരസഭ രണ്ടാമത്തെ നഗരസഭയാണ് ബി.ജെ.പിയുടേത്. അത് ഇപ്പോൾ രാജിയായിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഇനി സമവായ ചർച്ചകൾക്ക് ശേഷം ആരെ തെരഞ്ഞെടുക്കുമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ശരി, പാലക്കാടിന് ശേഷം ബി.ജെ.പി അധികാരം പിടിച്ചതാണ് പന്തളം നഗരസഭയിൽ. അവിടെയാണ് ഇപ്പോൾ നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചിരിക്കുന്നത്. നാളെ അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം നേരിടുമ്പോൾ വിമത ശല്യം കൂടിയുണ്ട്. ബി.ജെ.പി പക്ഷത്തുണ്ടായിരുന്ന അംഗങ്ങൾ പോലും ഒരുപക്ഷെ ആ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും പന്തളത്ത് ബി.ജെ.പിയുടെ കൗൺസിലേഴ്സായ ജനപ്രതിനിധികൾ രാജിവെച്ചിരിക്കുന്നത്. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.